അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. പിന്നെ ഇന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള മുആശറത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവർക്കിടയിലുള്ള പിണക്കങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിനു മുമ്പ് ഇന്നലത്തെ പാഠത്തിൻ്റെ ബാക്കിയുണ്ട്. ഈ സഫാഫിൻ്റെ ദിവസം എന്ന് പറയാറുണ്ട്. ലൈലത്തു സഫാഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മധുവീദ് രാത്രി എന്നൊക്കെ പറയില്ലേ, അതിനാണ് സഫാഫ് എന്ന് പറയാം. ബിക്കറിന് 3 ദിവസം, സയ്യിബിന് 3 ദിവസം, ബിക്കറിന് 7 ദിവസം എന്നൊക്കെ പറയുന്ന ആ രാത്രികളില്ലേ, അന്ന് ജമാഅത്തിനൊന്നും പോകണമെന്നില്ല, ഓളടുത്ത് തന്നെ കൂടുക, മയ്യിത്ത് പരിപാലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അത് സൽക്കാരും തീറ്റയും കുടിയും ആനന്ദവും ഒക്കെ അല്ലേ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. തംബീഹുൻ യജിബു ഇൻദ ശൈഖൈനി വ ഇൻ അതാല അസ്റായിയുക സർക്കശി ഫി റദ്ദിഹി. ശൈഖൈനി പറയാണ് നിർബന്ധമാണ്. ശൈഖൈനി എന്ന് പറഞ്ഞാൽ ആരാ? ബുഖാരി മുസ്ലിം അല്ല, അത് ഹദീസിലാണ്. ഇമാം നബവി, ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. പക്ഷേ നിർബന്ധമാണ് എന്ത്, ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ പോകാതിരിക്കൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നിർബന്ധമാണെന്നുള്ള അഭിപ്രായം സ്വീകരിക്കാത്ത 2 ഇമാമുകളുണ്ട്, അസ്റായിയും സർക്കശിയും. അവർ ആ നിർബന്ധമാണ് എന്ന വാദത്തെ റദ്ദ് ചെയ്തുകൊണ്ട് ധാരാളം സംസാരിച്ചവരാണ്. അപ്പോൾ ഷെയ്ഖൈനി പറയാണ് നിർബന്ധമാണ്. വൈൻ അതാല സർക്കശി അസ്റായിയുക സർക്കശി ഫി റദ്ദിഹി. നിർബന്ധമാണ് എന്ന വാദത്തെ റദ്ദ് ചെയ്തുകൊണ്ട് സർക്കശിയും അസ്റായിയും റഹിമഹുല്ലാഹ് വനഫഅനാ ബിഹി വനഫഅനല്ലാഹു ബിഹി റദ്ദ് ചെയ്ത് നീട്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഷെയ്ഖൈനി പറയാണ് നിർബന്ധമാണ്. എന്ത്? യജിബുൻ്റെ ഫായില് അയ്യത്തഖല്ലഫ ലയാലിയ മുദ്ദത്തി സിഫാഫ്. സിഫാഫിൻ്റെ ആ സമയത്തെ രാത്രികളിൽ അയാൾ പിന്തൽ അന്നഹബിൽ ഖുറൂജിൽ ജമാഅത്ത്, ജമാഅത്ത് പോലെയുള്ളതിന്, ജമാഅത്ത് നിസ്കാരത്തിന് പുറത്തു പോവുക പോലെയുള്ള സുന്നത്തുകളില്ലേ, അത്തരം കാര്യങ്ങളത്തോട് പിന്തൽ നിർബന്ധമാണ്. നാട് ജമാഅത്തിനൊന്നും പോകാൻ പാടില്ല, പുതിയാപ്പിളല്ലേ. അപ്പോൾ തശീഅൽ ജനായിസി, ജനാസ പരിചരണത്തിനും ഇതാണ് വിഷയം. അപ്പോൾ സുന്നത്താണെന്നുള്ള അഭിപ്രായം, നിർബന്ധം എന്നുള്ള അഭിപ്രായമുണ്ട്. വായി യത്തഖല്ലഫ ലയാലിയ മുദ്ദത്തി സിഫാഫ്. സിഫാഫിൻ്റെ രാത്രിയിൽ പിന്തുക, പോകാതിരിക്കുക ജമാഅത്ത് നിസ്കാരം പോലെയുള്ളതിനകത്തോട്ട്. വായി യുസവ്വിയ ലയാലിയൽ ഖസ്മി ബൈനഹുന്ന. ഈ ഖസ്മിൻ്റെ രാത്രികളുണ്ടല്ലോ, ഈ വിഹിതം വെക്കുന്ന രാത്രികളെ ഈ ഭാര്യമാർക്കിടയിൽ തുല്യമാക്കണം. ഫിൽ ഖുറൂജി ലിദാലിക, ജമാഅത്ത് പോലത്തിന് വേണ്ടി പുറപ്പെടുന്നത്. അങ്ങനെ പുറപ്പെടുകയാണെങ്കിൽ എല്ലാവരെയും പുറപ്പെടണം. ഔ അദമിഹി, പുറപ്പെടുന്നതിലും ഔ അദമിഹി, പുറപ്പെടാതിരിക്കുന്നതിലും അവർക്കിടയിൽ തുല്യത പാലിക്കൽ നിർബന്ധമാണ്. ജമാഅത്തിന് പോകാതെ പിന്തലും, അങ്ങനെ പോയാലും പോയിട്ടില്ലെങ്കിലും ഭാര്യമാർക്കിടയിൽ ആ വിഷയത്തിൽ തുല്യത പാലിക്കൽ നിർബന്ധമാണ്. ഫേസമി തഖ്സീസ് ലൈലത്തിൻ വാഹിദത്തിൻ മിൽ ഖുറൂജി ലിദാലിക. അപ്പോൾ ഇതിനു വേണ്ടി പുറപ്പെട്ടത് കൊണ്ട് ചിലരുടെ രാത്രിയെ മാത്രം ഉപയോഗപ്പെടുത്തൽ കുറ്റകരമാണ്. ഫേസുമപ്പോൾ കുറ്റകരമാകും. തഖ്സീസ് ലൈലത്തി വാഹിദത്തിൻ, ലൈലത്തിൻ വാഹിദ എന്നല്ല, ഒരു ഭാര്യയുടെ രാത്രിയെ പ്രത്യേകമാക്കിയാൽ ബിൽ ഖുറൂജി ലിദാലിക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നതിന്. ഇനി സൗജത്തുഹു നദ്ബൻ ലി അജരി ഖൗഫി വഖൂഇ നുശൂസിൻ ബൈനഹുമ. ഭാര്യയിൽ നിന്ന് പിണക്കമുണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ, പിണക്കുണ്ടാകുന്നതിന് മുമ്പ് ഉപദേശിക്കൽ സുന്നത്താണ്.
വഅള സൗജത്തുഹു, ഭാര്യയോട് വഅള് പറയണം. ഭാര്യയായിട്ട് തെറ്റല്ല വേണ്ടത്, ആദ്യം ഉപദേശിക്കുക വേണ്ടത്. ലിഅജ്ലി ഖൗഫി വുഖൂഇ നുശൂസിൻ മിൻഹ, അവളിൽ നിന്ന് പിണക്കം ഉണ്ടാകുമോ എന്ന ഭയം കാരണത്തിന് വേണ്ടി. അതെങ്ങനെ പിണക്കുണ്ടാവൽ? നുശൂസിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നുശൂസ് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുക, സമ്മതമല്ലാതെ വീട്ടിൽ നിന്ന് പുറത്ത് പോകുക, അയാൾക്ക് വഴങ്ങി കൊടുക്കാതിരിക്കുക, വരുമ്പോൾ വാതിലടക്കുക, ഒറ്റക്ക് അവളാവശ്യത്തിന് വേണ്ടി സമ്മതമല്ലാതെ യാത്ര പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. വ്യഭിചാരം ഉണ്ടാവുക, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയുടെ ഭാഗമായിട്ട്. അങ്ങനെയുള്ള സ്ത്രീയെ പേടിക്കുക എന്ന് തന്നെ, പിണക്കം പേടിക്കുക പറഞ്ഞാൽ ഉദാഹരണത്തിനൊക്കെ ലേറാതെ ഈ പറയും അത് മെയിൻറ്റ് ചെയ്യാതിരിക്കുക, അതൊക്കെ പിണക്കല്ല, ഒന്നും പിണങ്ങുക എന്നറിയില്ല, പിണക്കത്തിൻ്റെ അടയാളമാണ്. ഒരു ലാബൂസ്, മുഖം ചുളിക്കുക, ബാദൽ ഇഖ്ബാലി, എപ്പോഴും അവഗണിക്കുക, ബാദൽ ഇഖ്ബാലി, ആദ്യം അയാളെ സ്വീകരിച്ചതിന് ശേഷം ഇപ്പം എന്ത് ചെയ്യുക, അവൾ തിരിഞ്ഞ് കളയുക, അതായത് അതേമാതിരി ഇപ്പോൾ തൊലാഖത്തിൽ വജി നല്ല പുഞ്ചിരിച്ചതിന് ശേഷം, തലാഖത്തിൽ വജീന മുഖപ്രസന്നയ്ക്ക് ശേഷം ഇപ്പോൾ അബൂസ് ഇങ്ങനെ മുഖം ചുളിക്കുക ചെയ്യേണ്ടത്. വൽ കലാമിൽ ഹസിനി, അതേമാതിരി പരുത്ത സംസാരം, ബാദലൈനിഹി, മൃദുവായ സംസാരത്തിന് ശേഷം, സോഫ്റ്റായിട്ട് സംസാരിച്ചതിന് ശേഷം ഹഷീനായിട്ട് സംസാരിക്കും. ലൈന് ഹഷീന്. തൊലാഖത്തിൽ വജീഹിൻ്റെ മുക്കാബലാണ് അബൂസ്, ഇഖ്ബാലിൻ്റെ ഓപ്പോസിറ്റാണ് ഇറാദ്. ആദ്യം വേദ നോക്കുക, എന്നിട്ട് പിന്നെ പിണക്കം വന്നാലോ. ഓ ഹജറ ഇൻഷാ, വേണമെങ്കിൽ അവന് വെടിയാം. മൽജാൻ, കിടക്കുന്ന സ്ഥലത്ത് വെടിയാ, കട്ടിൽ മാറി കിടക്കുക. വാദിഹ, വാദു അറിയലോട് കൂടെ. പക്ഷേ കിടപ്പറയിൽ വെടിയാൻ പറ്റും. കിടപ്പറയിൽ എന്ന് പറഞ്ഞാൽ ഒരു വീട് മാറി താമസിക്കുക എന്നല്ല, ഇവിടെ കിടക്കുന്നതോട് കിടക്കാതിരിക്കുക. പക്ഷെ വെടിയുമ്പോഴും ലാഫിൽ കലാം, സംസാരത്തിൽ വെടിയാൻ പറ്റൂല. വൽ യുക്റഹു, സംസാരത്തിൽ ഉണ്ടാക്കൽ കറാഹത്താണ്. അത് 3 ദിവസത്തിലധികം ഹറാമാണ്. വയഹറുമുൽ ഹജ്റു ബിഹി, സംസാരം കൊണ്ട് തെറ്റൽ ഹറാമാണ്. വലൗലി ഖൈരി സൗജത്തി, ഭാര്യ അല്ലെങ്കിൽ പോലും സംസാരം കൊണ്ട് പിണങ്ങൽ ഹറാമാണ്. ഫോക്കസ് സലാത്ത് ചെയ്യാൻ 3 ദിവസത്തിന് മുകളിൽ സംസാരിക്കാതിരിക്കുക. അല്ലാഹു കാക്കട്ടെ. ജീവിതത്തിൽ മരിക്കണത് വരെ ഒരാൾക്ക് ഹറാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളോട് മിണ്ടാന്നാൽ മതി, അയാളെ ഉറക്കത്തിലും ഉണച്ചിലൊക്കെ ഹറാമില്ല. ഈ ഖബരി സഹീഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഹദീസുണ്ട്. ഒരു മോമിന് മറ്റു മോമിനായ മനുഷ്യനോട് 3 ദിവസത്തിലധികം മിണ്ടാതെക്കാൻ പാടില്ല. അവരിൽ നിന്ന് ഏറ്റവും ഉത്തമം ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നവരാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹജ്ർ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നാണ്. അത് കിടപ്പറയിൽ വെടിയുക, സംസാരത്തിൽ വെടിയുക, 2 രീതിയിലാണ്. സംസാരത്തിൽ വെടിയൽ കറാഹത്താണ്. സംസാരം കൂടി നിർത്തിവെച്ചാൽ പിന്നെ പിണക്കത്തിന് ശക്തി കൂടുക ചെയ്യാം. പക്ഷേ ഇൻ ഖസദ ബിഹി റദ്ദഹാനിൽ മഅസിയ വ ഇസ്ലാഹ ദീനിഹ ജാസ, അവളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അവളെ ദീന് നന്നാക്കുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അനുവദനീയമാണ്, കറാഹത്തൊന്നുമില്ല. പക്ഷേ ഇൻ ഖസദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശിച്ചു റദ്ദഹ അൻ മഅസിയത്തിൻ, തെറ്റിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കൽ, എന്തോ ഹറാമ് ചെയ്യണം അവൾ, അപ്പം മിണ്ടാതെക്കുക. അവളെ നിസ്കാരമൊക്കെ ഖളാക്കലൊക്കെ പെട്ടു, നിസ്കാരം ഖളാക്കി, അപ്പം ഒന്ന് മിണ്ടാക്കുക, അപ്പോൾ അനുവദനീയമാണ്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഫാസിഖ്, മുബ്തദി ഇവരോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. ദീന് നന്നാക്കലാകണം, ദീന് നന്നാക്കലാകണം. ചില ആൾക്കാരോട് മിണ്ടാന്നിട്ടുണ്ടെങ്കിൽ, സലാം പറയാന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേടുവരെ ചെയ്യുക. അപ്പോൾ പിന്നെ അവരോട് പറയണ വേണ്ടത്. അതൊക്കെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ തെറ്റൊക്കെ ചെയ്യുന്ന ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടിപ്പിടിച്ച് സോപ്പിട്ട് കൊണ്ടിടുന്നാലായിരിക്കും അവർ നന്നാവുക. അവരെ പിണക്കി ആട്ടി വിട്ടാൽ പിന്നെ നന്നായിട്ട് കേടുവരാണെങ്കിൽ പിന്നെ ഇപ്പോൾ വ്യഭിചരിക്കുന്ന ഭാര്യ വ്യഭിചരിച്ചാൽ അവിടെ കിതാബിൽ പറയുന്നുണ്ട് മക്കളൊക്കെ ഉള്ളതാണ്, അപ്പോൾ അവിടെ തലാക്കില്ലാൽ മക്കളെ വഴിയാധാരമാകും, അപ്പോൾ തലാക്കല്ലരുത്. അതുപോലെ തന്നെ അവളിപ്പോൾ ഒരു വ്യഭിചാരം സംഭവിച്ചു, അവൾക്ക് ഖേദമുണ്ട്, ഇനി അവൾ ആവർത്തിക്കൂല എന്നും തോന്നുകയാണ്. അവളെ തലാക്കിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആകെ വ്യഭിചാരിയായി മാറും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തലാക്ക് ചെല്ലാതിരിക്കുകയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. നന്മയാണല്ലോ ഉദ്ദേശിക്കേണ്ടത്. നന്മ ഉദ്ദേശിക്കുക എന്നാണല്ലോ ദീനിൻ്റെ ആകത്തുക. മറ്റുള്ളവർക്ക് നന്മ ഉദ്ദേശിക്കുക. ശരി,
ബിനുഷൂസിൻ വലറബഹ ജവാസൻ. അവൾ അടിക്കണം എന്നല്ല കേട്ടോ, അടിക്കാം ജവാസൻ. ലർബൻ ഗൈറ മുബറ്റിഹിൻ ബല മുദ്മിൻ അല ഗൈരി വജിഹിൻ വ മഖ്തലി. 4 നിബന്ധന ഉണ്ട്. മുറിയാക്കാൻ പാടില്ല. മുബർറിഹ് ബർറഹ എന്ന മുറിവാക്കിന. വല മുദ്മിൻ ദമ് പറഞ്ഞ രക്തം തന്നെ, രക്തം ഒലിപ്പിക്കുന്നു ആവരുത്. 3ാമത്തെ നിബന്ധന അല ഗൈരി വജിഹിൻ മുഖത്താകരുത്. വ മഖ്തലിൻ അതുപോലെ തന്നെ കൊല്ലുന്ന സ്ഥലത്ത് അഥവാ മർമ്മം എന്നറിയും അവിടെ ആകരുത്. മഹാലിക്ക് എന്ന് മഖ്തലി എന്നൊക്കെ പറയും, മർമ്മം എന്നാണ് അർത്ഥം. എപ്പോഴാണ് അടിക്കാം എന്ന് പറയുന്നത്? നഫാദ് ദർബ് ഫി ലന്നിഹി, അവൻ്റെ ലന്നിൽ അടി ഉപകാരം ചെയ്യുമെങ്കിൽ. അത് മക്കളുടെ കാര്യത്തിലും എല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണ്, ശിഷ്യന്മാരുടെ കാര്യത്തിലൊക്കെ അടി ഉപകാരം ചെയ്യുമെങ്കിൽ. അതെന്തുകൊണ്ടാണ് അടിക്കുക? അത് പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കൈകൊണ്ടോ ടവലുകൊണ്ടോ അടിക്കാൻ പറ്റുള്ളൂ, വടി കൊണ്ട് പറ്റൂല എന്നതാണ് പ്രബലം. വലോബി സൗത്തിൻ ചാട്ടവാറ് കൊണ്ടാവട്ടെ, വാസൻ വടി കൊണ്ടായാലും പറ്റും. ലാക്കിൻ പക്ഷേ റുയാൻ ഇമാം ഉദ്ധരിച്ചിരിക്കുന്നു തായുനുഹു അടി നിർബന്ധമാണെന്ന്. ബിയദിഹി കൈകൊണ്ട് തന്നെ പരിമിതമാണ്. ഔബി മിന്ദീൻ അല്ലെങ്കിൽ ടവലുകൊണ്ട്. അതിലപ്പുറം വടി എടുത്തടിക്കാൻ പറ്റൂല. ടവലുകൊണ്ടൊക്കെ അടിക്കാം, മുണ്ടുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ കൈകൊണ്ട്. അതിലപ്പുറം വടിയൊന്നും എടുത്തിട്ട് പോലീസ് ആകാൻ പാടില്ല എന്നാണ് റുയാൻ ഇമാം പറഞ്ഞത്. ഈ ലാക്കിൻ എന്ന് പറഞ്ഞപ്പം അതിന് ശേഷമുള്ളതായിരിക്കുമല്ലോ പ്രബലം. ഈ കടപ്പറയിൽ വെടിയലും അടിക്കലൊക്കെ എപ്പോഴാണ്? ബിനുഷൂസിൻ പിണക്കം കാരണമായിട്ട്. പൈല മെത്തക്കറർ പിണക്കം ഒരു വട്ടം ഉണ്ടാകുമ്പോഴേക്ക് ഇത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആവർത്തിച്ചില്ലെങ്കിലും ഇതൊക്കെ ചെയ്യാം. ഖിലാഫലിൽ മുഹറർ അങ്ങനെയല്ല പറയുന്നത്. അഥവാ ഇമാം റാഫി ഇമാമിൻ്റെ മുഹററിൽ പറയുന്ന ആവർത്തിച്ചാലേ പറ്റുള്ളൂ എന്ന്, അടിക്കാൻ പറ്റുള്ളൂ. വദറബഹ ബിനുഷൂസിൻ വഹജറ മൽജഅൻ വദറബഹ ബിനുഷൂസിൻ. ഏതായാലും പിണക്കുണ്ടാവലോടുകൂടി കസ്മില്ലാതെയാകും. ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വയസ്കുത്ത് ബിദാലിക്കൽ കസ്മു, അതുകൊണ്ട് കസ്മ് ഒഴിവായി പോകും. ഇത് ഈ ഭാര്യമാർ പല ആൾക്കാരുണ്ടാകുമ്പം അവർക്കുള്ള വിഹിതം. ഈ പിണക്കത്തിന് വേറെ ഉദാഹരണം വീട്ടിലേക്ക് വിളിച്ചാൽ വരാതെക്കുക എന്നുള്ളത്. വീട്ടിൽ വിളിച്ചിട്ട് അവൾ വരുന്നില്ല, രോഗമൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ, മഴയോ രോഗമോ വെള്ളപ്പൊക്കമോ, അല്ലെങ്കിൽ അവൾ വലിയ പദവിയുള്ള ആളാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അത്രയും കുലീനയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അവളെ വിളിച്ചാൽ വരണമെന്നില്ല, അവളെ വീട്ടിൽ പോയിട്ട് താമസിക്കുകയാണ് വേണ്ടത്. വേസ്കുത്ത് പിതാൽ ഒമിൻഹു പിണക്കത്തിൽപ്പെട്ടതാണ് ഇംതിനാഹുന് അവർ വിസമ്മതിക്കൽ, സമ്മതിക്കാതിരിക്കൽ. ഇതാ ദാഹുൻ അവരെ വിളിച്ചാൽ, ഇലാ ബൈത്തിഹി വീട്ടിൽ വിളിച്ചാൽ, വലോൽ ഇസ്തിഖാലിഹാലി ഹാജത്തിഹ അവളെ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ പേരിലാണെങ്കിൽ പോലും, വലോൽ ഇസ്തിഖാലിഹാലി ഹാജത്തിഹ അവളെ ആവശ്യവുമായി ബന്ധപ്പെട്ട ജോലിയിലാണെങ്കിൽ പോലും വിളിച്ചാൽ വരണം. ലി മുഖാലഫത്തിഹ എന്തുകൊണ്ടാണ് അത് പിണക്കമാണെന്ന് പറയാൻ കാരണം? അവൾ അനുസരണക്കേട് കാണിച്ചു, ഭർത്താവിന് മുഖാലഫത്ത് ചെയ്തു. ഞാൻ പക്ഷേ ഈ നുമതിർത്ത് അവൾക്ക് കാരണമുണ്ട്, വിനാഹി മറത് രോഗം പോലെയുള്ള കാരണമുണ്ടെങ്കിൽ, ഔ കാനത്ത് ദാത്ത ഖദരിൻ വഖഫരിൻ വലിയ പദവിയും ലജ്ജയുമുള്ളവളാണെങ്കിൽ, ഖദർ എന്ന് പറഞ്ഞാൽ പദവി, ഖഫർ എന്ന് പറഞ്ഞാൽ ലജ്ജ. വേറെ ആൾക്കാർക്ക് പെണ്ണൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, ഞാനെന്താ ഒരു പെണ്ണല്ലേ, ഞാനെന്തിനാ ഇപ്പോൾ വേറെ ആളെ വീട്ടിൽ പോകേണ്ട ആവശ്യം, എനിക്കെൻ്റെ വീട്ടിൽ നിന്നൂടെ, അങ്ങനെയൊക്കെ ഇപ്പോൾ ചിന്തിക്കാമല്ലോ. സാധാരണയിൽ ഇപ്പോൾ സ്ത്രീകൾ ഭർത്താക്കന്മാരെ വീട്ടിലേക്ക് പോകലാണ്. അവൾ വലിയ മന്ത്രിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും, മന്ത്രിയാണ്, മന്ത്രി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞാലോ പറ്റില്ല, ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞാലോ. അല്ലെങ്കിൽ വഖഫരിൻ വലിയ ലജ്ജയുണ്ട്, രണ്ടും കൂടി ഉണ്ടെങ്കിൽ, ലം താഴ്ത്തതിൽ ബുറൂസ അതായത് ഏത്തത എന്ന് പറഞ്ഞാൽ ആദത്താക്കിയിട്ടില്ല, അല്ല ബുറൂസ പുറത്ത് പോൽ പതിവാക്കിയിട്ടില്ല, മന്ത്രിൻ്റെ അടയാളമൊന്നും അല്ല കേട്ടോ, പുറത്തു പോകൽ പതിവാക്കിയിട്ടില്ലാത്ത പദവിയും ലജ്ജയുമുള്ള പെണ്ണാണെങ്കിൽ, അങ്ങനെ ഉണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക, അന്തർജനം എന്നൊക്കെ പറഞ്ഞാൽ ലം തൽസംഹ ഇജാബത്തുഹു, അപ്പോൾ പിന്നെ അയാളെ വിളിക്ക് ഉത്തരം ചെയ്യൽ നിർബന്ധമല്ല, പോകൽ നിർബന്ധമല്ല. അപ്പം പിന്നെ വാലിഹ അയാൾക്ക് നിർബന്ധമാണ് യഖസിമലഹ അവൾക്ക് വിഹിതം നൽകൽ ഫി ബൈത്തി അവളെ വീട്ടിൽ തന്നെ. ഭാര്യമാർ പലതും ഉണ്ടാകുമ്പോൾ അവളുടെ വീട്ടിൽ അങ്ങോട്ട് ഇയാൾ പോകാൻ വേണ്ടത്, കണ്ണൂർ പുതിയാപ്പിള ആകണം എന്നർത്ഥം. അവൾക്ക് ഇയാളെ ചീത്ത അറിയാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. യജൂസ് ലഹു അനുവദനീയമാണ് യുദ്ധിബ അദബ് പഠിപ്പിക്കൽ, നേരത്തെ പറഞ്ഞ അദബില്ലേ, അടിച്ചിട്ടോ മറ്റോ ഒക്കെ. അലാ ഷത്മി ഹാലഹു അവൾ ഇയാളെ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ അദബ് പഠിപ്പിക്കൽ ജായിസാണ്. ഇനി തലാഖുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട കസ്മു ഓഹരി ഒന്നും കൊടുക്കാത്ത പെണ്ണെ തലാഖ് ചെല്ലിയാൽ ഹറാമാണെന്ന്.
അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെടണം. യാസി ഒരാൾ കുറ്റക്കാരനാകും ബി തലാഖിമൻ, ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലിയാൽ, ലം യസ്തൗഫി, അയാൾ പൂർത്തിയാക്കിയിട്ടില്ല ഹഖഹ, അവളോടുള്ള കടപ്പാടുകൾ, ബാദ ഹുദൂരി വഖ്തിഹി, സമയം ആ കടപ്പാട് നൽകേണ്ട സമയമായതിനു ശേഷം കടപ്പാടുകളൊന്നും നൽകാത്ത പെണ്ണ് തലാഖ് ചൊല്ലൽ ഹറാമാണ്. വൈകാന തലാഖ് റജിയ തലാഖാണെങ്കിലും. ഇബിൻ റിഫാത്ത് റഹിമഹുല്ലാഹ് അവിടെ കൂട്ടിച്ചേർത്തു മാലം വെക്കും ബി സുഹാരി, അവൾ ചോദിച്ചിട്ടാണെങ്കിൽ ഓക്കെ. ഇനി ഹുൽ ആണ്, പൈസ കൊടുത്തിട്ട് തലാഖില്ല. ഇവിടെ 3 ദിവസം വരെ വേണമെങ്കിൽ ഒരാൾക്ക് മിണ്ടാതെക്കാന്ന് പറഞ്ഞില്ല. അത് മാതാപിതാക്കളുടെ കാര്യത്തിലില്ല കേട്ടോ. മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു നിമിഷം പോലും മിണ്ടാതെക്കാൻ പറ്റില്ല, അവർക്ക് വലിയ മാറ്റമുണ്ട്. 3 ദിവസം വരെ എന്നല്ല, ഒരൊറ്റ സെക്കൻഡ് വരെ മാതാപിതാക്കളുമായിട്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് പണ്ഡിതന്മാരെന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. തോഫയിലൊക്കെ ഷൗബരി തോഫയിലൊക്കെ കാണുന്നുണ്ട്. ഈ വിവാഹരാത്രികളിൽ ജമാഅത്തിന് പുറപ്പെടുന്ന വിഷയത്തിൽ പറഞ്ഞില്ലേ, രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്തരുത്. ജമാഅത്തിനൊക്കെ പോകണം, പകൽ പോകണം, രാത്രിയും പോകണം എന്നാണല്ലോ. രാത്രിൻ്റെ വിഷയമാണ്, പകലിൻ്റെ വിഷയമല്ല, ശ്രദ്ധിക്കണേ. സഫാഫിൻ്റെ രാത്രികളുടെ വിഷയമാണ് ഇപ്പോൾ ഉള്ളത്. പകൽ ഏതായാലും പോകണം, രാത്രി പോകണോ പോകണ്ടേ എന്നുള്ളതാണ് ഖിലാഫ്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. പോകണമെന്നും പോകണ്ട എന്നും രണ്ടഭിപ്രായമുണ്ട്. ഏതായാലും ജമാഅത്തിന് ഉദറാണ്. ജമാഅത്തിന് ഒരാൾ പോയില്ലെങ്കിൽ കുറ്റൊന്നും കൂട്ടുക. ജമാഅത്തിൻ്റെ ഉദറുകളിൽപ്പെട്ട രോഗമൊക്കെ മാതിരിയുള്ള ഉദറാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. ബിക്കറിനെ കഴിച്ചാൽ 7 ദിവസം. ഈ ഭാര്യയെ വാളു വരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് തർശീഹിൽ പറയുന്നുണ്ട്. അതായത് ഇത്തഖില്ലാഹ ഫിഖി ഹഖലൈക്, നീ എനിക്ക് നൽകേണ്ട കടപ്പാടുകൾ നീ സൂക്ഷിക്കണം. പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുക, നമുക്ക് അല്ലാഹു തആല നിൻ്റെ മേൽ എനിക്ക് വേണ്ടി കുറേ കടമകൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിൽ പടച്ച റബ്ബിൻ്റെ ശിക്ഷ നീ പേടിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഇദാ ബാതത്തിൽ മർഅതു ഹാജിറതൻ ഫിറാശ സൗജിഹ ലഅനതുഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ഒരു പെണ്ണ് ഭർത്താവിൻ്റെ വിരിപ്പിനെ വെടിഞ്ഞുകൊണ്ട് രാപ്പാർത്താൽ, ഇപ്പോൾ പെണ്ണ് ഭർത്താവ് വിരിപ്പെന്ന് മാറിക്കിടക്കാനുള്ള കാരണം അവളെ പണക്കാണല്ലോ, അപ്പോൾ ആ രീതിയിൽ രാപ്പാർത്താൽ മലക്കുകൾ നേരം വെളുക്കുന്നത് വരെ അവളെ ശപിക്കും. വേറെ ഹദീസുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, അയ്യുമംറാത്തിൻ, ഒരു പെണ്ണ് ദാത്തത്ത് വസൗജുഹ റാദിൻ അൻഹ, ഭർത്താവ് തൃപ്തിപ്പെട്ട രീതിയിലാണ് രാത്രി അവൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ദഖലത്തിൽ ജന്ന, അവളെ സ്വർഗത്തിൽ കിടന്നു. മാത്രമല്ല, ഇങ്ങനെ ന്യൂസൂസ് ഉണ്ടായാൽ അവൾക്ക് തന്നിൽ നിന്ന് കിട്ടേണ്ട ഹക്കുകളൊക്കെ എനിക്ക് കിട്ടൂല എന്നും കൂടെ എന്താക്കണം, അറിയിക്കണം. ഹജ്റിൻ്റെത് 3 ദിവസത്തിലധികം ഒരാൾ മറ്റൊരാളുമായി വെടിഞ്ഞാൽ അവൻ നരകത്തിൽ കിടന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. പടച്ച റബ്ബിന് വേണ്ടിയാണെങ്കിൽ വെടിയ, ദീനിയായ കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഭാര്യമാരല്ലാത്തവരോട് 3 ദിവസത്തിലധികം വെടിയൽ ഹറാമാണ് അല്ലേ. കാരണം ഉണ്ടെങ്കിൽ പറ്റും, ബിദഅത്ത്, ഫിസ്ഖ്, അല്ലെങ്കിൽ ദീന് നന്നാവും എന്നുള്ള പ്രതീക്ഷയൊക്കെ. മുബർരിഹ് എന്ന് പറഞ്ഞാൽ കഠിനമായ വേദനയുള്ള അടി എന്നാണ് അർത്ഥം. കഠിനമായ വേദനയുള്ള അടി എന്ന്, അതാണ് മുബർരിഹ്. മുറിവാക്കുന്ന നല്ല അർത്ഥട്ടോ, ഞാനങ്ങനെ പറഞ്ഞാൽ തോന്നുന്നുണ്ട് അല്ലേ. ഭയങ്കര കഠിനമായ അങ്ങനെ അടിക്കരുത്, അതിശക്തമായ അടിയൊന്നും പാടില്ല. പിന്നെ മുദ്മിൻ തന്നെ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള അടി പിടിക്കൊക്കെ ഭരണകൂടം ഇടപെടൽ നിർബന്ധമാണ്, തടയണം എന്നൊക്കെ നിയമമുണ്ട്. കാരണമില്ലാതെ അടിച്ചാൽ ഓക്കെ. പിന്നെ വീണ്ടും അടിച്ചു എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കും, ചിലപ്പോൾ ജയിലിലേക്ക് ഇടും. പിന്നെ ഈ ഷിഖാഖുമായി ബന്ധപ്പെട്ടൊരു മസലുണ്ട്, എന്താ ചെയ്യേണ്ടത്, തർക്കമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.